Amrithveni Live Quiz Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan at Easter. Judges, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. നമ്മളെല്ലാരും കാത്തിരിക്കുന്ന റൗണ്ട് സൂപ്പർ സ്റ്റാർ ജൂനിയർ വേഴ്സസ് സൂപ്പർ സ്റ്റാർ സീനിയർ. സൂപ്പർ സ്റ്റാർ സീനിയറിന്ന് വരാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആള് യശ്. അപ്പൊ സൂപ്പർ സ്റ്റാർ ജൂനിയറിന്ന് വരാൻ പോകുന്നത് ജൂനിയറിലെ ഏറ്റവും വലിയ ആള് വൈഗ. ഗോപാംഗനേ ഗോപാംഗനേ ആത്മാവിലേ സ്വരമുരളിയിലൊഴുകും നിസ നിസ സഗമപനി സഗ സഗമപനി സഗ മഗ സനി സ പനി മ പ ഗ മ പനി സനി പ മ ഗ മ പ മ ഗ പ മ ഗ സനി സ പ നി സ മ ഗ സഗ ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമൻ പരമംഗള കലികേ രാധികേ വരൂ വരൂ നിലാവിൻ പാർവള്ളിയിലാടാനോ മനെ വരൂ വരൂ വസന്തം പൂന്തേൻ ചോറാറ് കരവീരത്തളിരിതളിൽ മാകന്ത പൊന്നിലയിൽ രാസലോലയാമമാകെ തരളിതമായി ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമൻ പരമംഗള കലികേ നീലാംബരിയിൽ താനാടും വൃന്ദാവനികൾ പൂക്കുമ്പോൾ ഇന്നെൻ തോഴി ഹൃദയം കവിയും ഗാനം വീണ്ടും പാടാം ഞാൻ കാളിന്തി അറിയുന്ന ശൃംഗാര വേഗങ്ങളിൽ ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമൻ പരമംഗള കലികേ മാധവമാസം നിറമേകും യമുനാ പുളിനം കുളിരുമ്പോൾ ഇന്നൻ തോഴി അകലെ സഖി
സഖികൾ മുത്തും മലരും തേടുമ്പോൾ ആരോരും അറിയാത്ത കൈവല്യമേകാം വരും ഓപാങ്കനെ ആത്മാവിൽ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമൻ വരമംഗളകളികേ രാധികേ വരൂ വരൂ നിലാവിൻ പാർവള്ളിയിലാടാനോ മനെ വരൂ വരൂ വസന്തം പൂത്തേൻ ചോറാറൻ കരവീരത്തളിരിതളിൽ മാകന്ത പൊന്നിലയിൽ രാസലോലയാമമാകെ തരളിതമായി ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമൻ വരമംഗളകളികേ വെരി ഗുഡ് വെരി ഗുഡ് അമൃതവേണി ലൈഫ് വിത്ത് സൂപ്പർ സ്റ്റാർ സീനിയർ പവർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് UGS ഗോൾഡ് ലോൺ ആൻഡ് ഈസ്റ്റർ. ഓക്കെ വൈഗ, എന്തോ വെൽക്കം ബാക്ക്. താങ്ക് യു. വൈഗ മോൾക്ക് ഒരു വലിയ കയ്യടി. ഫസ്റ്റ് റണ്ണറപ്പ് ഒക്കെ ആയിട്ട് അങ്ങ് പോയതാണ് ആള്. എന്തൊക്കെയുണ്ട് വിശേഷം? അതൊക്കെ ആദ്യം കേൾക്കട്ടെ. സുഖമായിട്ടിരിക്കുന്നു. ആ. 10th ഒക്കെ കഴിഞ്ഞു. CBSE ആയിരുന്നു. 94.4%. അതിവിടെ അവർക്ക് പറയണം. പിന്നെ +1 തുടങ്ങി. ഓക്കെ, പാട്ടൊക്കെയോ? പാട്ടൊന്നുമില്ല അല്ലല്ലോ, ഉണ്ട്. കണ്ടമാനം പ്രോഗ്രാംസ് ഉണ്ടല്ലോ. ആ, അത്യാവശ്യം 10 ആയതുകൊണ്ട് നമ്മളെ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞ് ഞാൻ മോഡലായപ്പോഴാ തിരിച്ച് വീട്ടിൽ പോയത്. മോഡൽ എക്സാം ആയപ്പോഴാ വീട്ടിൽ പോയത്. അപ്പം പോർഷനൊക്കെ തീർത്തായിരുന്നു. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാ. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാമിനൊന്നും വലുതായിട്ട് പോയില്ല ആ സമയത്ത്. അതിന്റെ ഗുണം ഉണ്ടായല്ലോ മോളെ. എങ്ങനെയുണ്ടായി ഫസ്റ്റ് റണ്ണറപ്പിന്റെ കൂടെ പെർഫോമൻസ്? പാറു അവനെ അങ്ങ് മറന്നു. അല്ല, ഇതിപ്പോ നമ്മളിങ്ങനെ നമ്മുടെ ഫാമിലി പൊക്കോണ്ടിരിക്കുകയാണല്ലോ. ഇത് ഗസ്റ്റ് ആയിട്ട് വന്നേക്കല്ലേ? അതെ, ആ പറയൂ. ഫസ്റ്റ്ലി ആദ്യമായിട്ട് കണ്ടപ്പം ശരിക്കും എന്റെ ഹൈറ്റ് ഉള്ള ഒരു പേഴ്സണോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആയി. ഞാനും കുറെ നാളിന് ശേഷം ഇങ്ങനെ ഒരാളെ നോക്കി. പിന്നെ വൈഗയുടെ കുറെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം കുറെ അപ്രീഷിയേറ്റ് ചെയ്തു. ഐ റിയലി റെസ്പെക്ട് ഹർ ആസ് ആൻ ആർട്ടിസ്റ്റ്. ഓക്കേ, സൂപ്പർ. എങ്ങനെയുണ്ടായി യശിന്റെ കൂടെയുള്ള പ്രാക്ടീസ് സെഷൻ? സത്യം പറഞ്ഞോ? അതെ, സത്യം പറഞ്ഞോ? സത്യമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി വൈകപ്പെണ്ണേ, എന്തോ സൂപ്പറായിരുന്നു മോളെ. നൈസ്. കുറെ നാൾക്ക് ശേഷം മോളുടെ പാട്ട്. എനിക്കിപ്പോഴും ആ നമ്മുടെ ബാബുഖാന്റെ ആ പാട്ട് ഇവിടെ വന്ന് പാടിയതാണ് എന്റെ ഓർമ്മയില്. നല്ല ഭംഗിയായിട്ട് പാടിയിരുന്നു. ഇതും നന്നായിട്ട് പാടി. വെരി നൈസ്. നമ്മുടെ ഓർക്കസ്ട്ര പൊളിച്ച് വായിച്ചു. സൂപ്പറായിരുന്നു. കോമ്പസിഷനെ പറ്റി പറയാതിരിക്കാം. എസ്പെഷ്യലി ആ മൃദംഗം. എനിക്ക് എൻ്റെ ഫേവററ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് മൃദംഗം. എനിക്ക് ആ മൃദംഗത്തിൻ്റെ പോർഷനൊക്കെ വരുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണത്. പാച്ചുബായ് കലക്കി. പിന്നെ യശ്, ഫാന്റാസ്റ്റിക് സിംഗിങ്. ഉഗ്രനായിട്ട് പാടി. എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു യഷിൻ്റെ ഒരു കോൺഫിഡൻസും സിംഗിങ്ങും ഒക്കെ. തോന്നിയ ഒരു കാര്യം ലാസ്റ്റിലത്തെ ആ ഒരു ഹമ്മിങ്ങിൻ്റെ അവിടെ ഒരു ചെറിയൊരു സ്ലിപ്പ് പോലെ വന്നു. കാരണം ഇപ്പോൾ ഒരു സോങ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ പാട്ടുകൾ അതിനൊരു റേഞ്ച് തന്നെ വേറെയാണ്. ഇത് വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണ് യശ് എടുത്തുകൊണ്ടുവന്നത്. അപ്പം നമ്മൾ ആ ഒരു സോങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പാട്ട് നിറയെ സിംഗേഴ്സ് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. സ്റ്റേജിൽ മനോഹരമായിട്ട് പാടുന്നതാണ് ഈ ഒരു പാട്ട്. യഷിൻ്റെ വോയിസിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഡിഫറെൻ്റ് ആയിരുന്നു കേൾക്കാൻ. ആസ് യൂഷ്വൽ നല്ലതുപോലെ പാടി. എനിക്ക് ഇതിനകത്ത് തോന്നിയ ആ ഒരു ഹമ്മിങ്, ആലാപ്പ് വരുന്ന തുടക്കത്തിലും ലാസ്റ്റിലത്തെ അതിൽ കുറച്ച് ചെറിയൊരു സ്ലിപ്പ് പോലെ വന്നു. ആ റൺസ് താഴോട്ട് വരുന്നത് ഒന്ന് സ്ലോ ആയി പോയ പോലെ എനിക്കത് ഫീൽ ചെയ്തത്. അത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പാടി കേട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പുതിയ തലമുറയിലുള്ള പാടിയ കുട്ടികളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഹരിശങ്കർ പാടിയത്. ഹരി ഈ പാട്ട് സ്റ്റേജിൽ പാടാറുണ്ട്. അപ്പം ഞാൻ അവൻ നന്നായിട്ട് അസലായിട്ട് ഈ പാട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നു. അപ്പം അതുപോലെ നല്ലൊരു വോയിസിൽ ഇത് പ്രസൻറ്റ് ചെയ്തത് യശാണ്. ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. എം ജി സർ? രണ്ടുപേരും നന്നായിട്ട് പാടിയിരുന്നു.
താങ്ക് യു സോ പ്രത്യേകിച്ച് ഇപ്പം യഷിനെ കുറിച്ചാണല്ലോ പറയേണ്ടത് അല്ലേ? അതെ. യഷ് മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സോ മച്ച്. കാരണം പാട്ട് കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഹൗ മച്ച് സ്ട്രെയിൻ യു ഹാവ് പുട്ട്. കാരണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ട്രെയിൻ, അതായത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പഠിക്കാൻ. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഫലം ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. കാരണം സംഗതികളൊക്കെ പാടിയൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു പോർഷനാണ്, കാരണം ലാസ്റ്റിലത്തെ ആ സംഗതി വരുന്ന ആ ഒഴുക്ക് വരുമ്പം ഒന്ന് ശകലം ഒന്ന് ചറക്കിപ്പോയി. മഴയൊക്കെ അല്ലേ, അതുകൊണ്ടായിരുന്നു. എന്തായാലും നന്നായിരുന്നു കേട്ടോ. വളരെ ഓർക്കസ്ട്രയും ബാക്കിയെല്ലാം നന്നായിരുന്നു. ഒരു കുഴപ്പം ഈ അലമേല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിയാമല്ലോ പേര്? ഇല്ല സാർ. അലമേലു സർ. അമ്പലപ്പുഴ അലമേലു എന്നാ പേര്. അതായത് ഇവിടെ ഇല്ല, അതല്ല അങ്ങനെ ഒരു പേര്. അതെ, എംജങ്ങൾ ഇട്ടതാ. ഭയങ്കര എന്നൊക്കെ പറയുന്നതിന്റെ ഒരു വേറൊരു വകഭേദം. അങ്ങനെ അലമ്പാണല്ലേ? അങ്ങനല്ല, അവളെ അല്ല സാർ എന്തോ പറഞ്ഞു മോഷണമാണെന്ന്. ഭയങ്കര മോഷണോ, ഭയങ്കര. അപ്പൂപ്പന് 3 കടയുണ്ടായിരുന്നു, അതിലിപ്പോ ഒരു കടയേ ഉള്ളൂ, ബാക്കി 2 പൂട്ടി. നീ സത്യം പറ, ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ. സത്യം പറ. അല്ല, അങ്ങനല്ല. അപ്പനും ഒരു കടയേ ഉള്ളു. പക്ഷെ ഇടയ്ക്ക് മുട്ടായി ഒക്കെ എടുക്കും. മുട്ടായി ഇങ്ങനെ ഭരണിയൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോയി. ഞാൻ ഒരു ഭരണിയും കൂടെ അങ്ങ് കൊണ്ടു. അല്ല, ഇപ്പൊ അവിടെ അങ്ങ് സൂചിച്ചു വാഴയായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാർ. എന്തായാലും വേറൊരു കാര്യമുണ്ട്, എന്റെ ചങ്കാണ്. അതെ അതെ അതെ. വർഷങ്ങളായിട്ട് അവൾ അസലായിട്ട് പാടും. അവിടെ അച്ഛനും പാടും നന്നായിട്ട്. പക്ഷെ നന്നായിരുന്നു കേട്ടോ, രണ്ടുപേരും. നീ നന്നായിട്ട് പാടി. അതിൽ ഏറ്റവും ഒരു ചെറിയ എനിക്കൊരു കോമഡി തോന്നിയത്, ഈ പാട്ട് കുറേ നാളായല്ലേ ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ഗാനമേളയ്ക്ക് ചിലരിത് അറ്റംപ്റ്റ് ചെയ്യും. ചിലർ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫീമെയിൽ ഒരു ഹമ്മിങ് ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ ശ്രുതി ചേരാതെ ഒരു പിടിപിടിക്കുമ്പോഴത്തേക്ക് ഈ പാട്ടുകാരനുണ്ടല്ലോ പെടയ്ക്കും നിന്നിട്ട്. കാരണം പുള്ളിക്ക് ഒരു ഏരിയയിൽ ശ്രുതിയെ കിട്ടത്തുള്ളൂ. ആ പോർഷൻ ഒന്ന് പാടിക്കേ. ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമൻ വരമംഗളകലികേ രാധികേ വരൂ വരൂ നിലാവിൻ പാർവള്ളിയിലാടാനോ മനെ വരൂ വരൂ വസന്തം പൂന്തേൻ ചോറാറെ കരവീരത്തളിരുതളിൽ മാകന്ത പൊന്നിലയിൽ രാസലോലയാമമാ. ഈ പോർഷനിൽ നമ്മുടെ അലമേലു തെറ്റിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നീ പമ്പ അടക്കും ക്യാഷ്. പക്ഷെ നന്നായിരുന്നു കേട്ടോ, രണ്ടുപേരും നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു സർ. ശരത് സർ. യശേ സർ, നല്ല ഉഗ്രം പാട്ട്, നന്നായിട്ട് തന്നെ പാടി യശ്. ഇത് പഠിച്ചതിലുള്ള ചില കുഴപ്പങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ സ്വരം പോർഷൻ ഒന്ന് പാടി അതിന്റെ എൻഡ്. മഗ സനി സ പനി മ പ ഗ മ പനി സനി പ മ ഗ മ പ മ ഗ പ മ ഗ അത് സ ഗവമഗ ഏതാണ് പാടുന്നത് സർ? ചെറിയ ചെറുത് ഗവമഗ ഗ പ മ ഗ സനി സ പ നി സ മ ഗ. ഓക്കെ ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ സർ. പിന്നെ എനിക്ക് ഈ ഗോപാംഗനെ ആത്മാവിലെ സ്വരം മുരളി അതൊന്ന് പാടാമോ? ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ, സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ, സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോ. അതുപോലെ രാധികേ വരൂ, രാധികേ വരൂ വരൂ, രാധികേ വരൂ വരൂ, അത് മതി. വരൂ വരൂ. ഇപ്പം വന്ദേ ഭാരത് പോവടി വാടി എന്ന് പറയുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല സർ. രാധികേ വരൂ വരൂ, രാധികേ വരൂ വരൂ. അതുപോലെ തരളിതമായി, തരളിതമായി ഗോപാംഗ, തരളിതമായി ഗോപാംഗനെ, തരളിതമായി ഗോപാംഗ. അത്രയും ബലം വേണ്ട കേട്ടോ, സോറി സർ. ഇച്ചിരി വെലോസിറ്റി കൂടി. അതുപോലെ അത് പാടാമോ? നീലാംബരിയിൽ, 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 നീലാംബരിയിൽ താനാടും വൃന്ദാവനികൾ വൃന്ദാവനികൾ, വൃന്ദാവനികൾ. അതിനാ ഒരു ക്രോമാറ്റിക് ക്ലാരിറ്റി, പിന്നെ ചെറിയ ഗായം കൂടെ വൃത്തിയായിട്ട് അറിഞ്ഞാലേ അതിനൊരു അർത്ഥവും ഉണ്ടാകത്തുള്ളൂ. ഓക്കെ സർ. ഓക്കെ സർ. പാടാം ഞാൻ കാളിന്തി, പാടാം ഞാൻ കാളിന്തി അറിയുന്ന
ശൃംഗാര വേഗങ്ങളിൽ ഗോപാംഗനെ ആത്മാവിൽ വേഗങ്ങളിൽ 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 ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗി. അത് എപ്പോഴും ആ ഒരു വികാരം മനസ്സിൽ വെച്ചോണം. പിന്നെ അവസാനത്തെ ആലാപം നമുക്കൊന്ന് വൃത്തിയാക്കിയാലോ? ഓക്കെ. ആ സർ. സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമൻ വരമംഗള കലികേ. യശേ ഈ അടിച്ചു പാടുന്ന പാടാതെ ഒരു സോഫ്റ്റ് ആക്കിക്കോ മേളി. പാടി വരണോ? സാരംഗയിൽ പാലോലുമൻ. സോറി സർ. പാച്ചു സാറ് വേണം തോന്നുന്നു. സാരംഗയിൽ പാലോലുമൻ വരമംഗള കലികേ. സൂപ്പർ. അപ്പൊ യക്ഷേ ഇതേക്കാലം അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടി കുറേ ഓർമ്മകൾ സമ്മാനിച്ചതിന് കുറെ നന്ദി യക്ഷേ. നല്ല അതുപോലെ മക്കളെ നീ നന്നായിട്ട് പാടിയതാ കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു പാച്ചു സാർ. അങ്ങനെ പാടി വരുന്ന യശും യെസ് സർ. അമ്പലപ്പുഴ അലമേലും രണ്ടുപേരും നന്നായിട്ട് പാടി. എനിക്ക് യശ് എനിക്ക് പറയാനുള്ളത് യശിന്റെ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. താങ്ക് യു സർ. താങ്ക് യു സർ. ആ ഒരു മലയാളം തിരിച്ചു വന്നു യശ്. അതൊരു ഭയങ്കര വലിയ ഇമ്പ്രൂവ്മെന്റ് ആണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് അതാണല്ലോ, സ്ഫുടത നമുക്ക് വേണം. ഇവിടെ ഒരു പ്ലേ ബാക്കിലേക്ക് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ യു നീഡ് ദാറ്റ് അല്ലേ? യെസ് സർ. അപ്പൊ ആ ലാംഗ്വേജിന്റെ മുകളിൽ ഒരു ഭയങ്കര ഹോൾഡ് യശിന് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ. പിന്നെ ഈ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പാട്ട് ട്രാക്ക് പാടിയ മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. അതിന്റെ പുറകിലൊരു കഥയുണ്ട്. നമ്മുടെ കൈതപ്പറണ്ണാച്ചി ഒരു ഉച്ചയ്ക്ക് വീട്ടിൽ തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്ന ആ സ്ട്രീറ്റിന് തൊട്ടടുത്ത സ്ട്രീറ്റിലാണ് ഈ സ്റ്റുഡിയോ, സംഗീത സ്റ്റുഡിയോ. ഇപ്പം ഇല്ലത്. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ നിന്ന് നടന്നു വന്ന് അണ്ണാച്ചി നിങ്ങൾ വന്നൊന്ന് പാടിയാലേ അത് ദാസേട്ടൻ പാടേണ്ടതാണ്. ഒരു ട്രാക്ക് പാടുമ്പോൾ നമുക്കൊരു ഒരു ഫീലുണ്ട്. രവീന്ദ്ര മാസ്റ്റർ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ പറഞ്ഞ് പോയപ്പോൾ മാഷ് ഇപ്പോൾ പാട്ടൊക്കെ പഠിപ്പിച്ച് തന്ന് പാടിയതാണ്. അപ്പോൾ അത് പെട്ടെന്ന് ആ ഓർമ്മകളൊക്കെ അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്. അതേകാലം കുറേ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ തന്നതിൽ കുറേ സന്തോഷം യശേ. താങ്ക് യു സർ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും സെയിം കാര്യങ്ങൾ തന്നെ എക്കോ ചെയ്യുന്നതിൽ കാര്യമില്ല. ഇനിയും ഇത് നന്നാക്കാൻ പറ്റട്ടെ. മലയാളം മാത്രമല്ല, ഓൾ ദി അതർ ലാംഗ്വേജസ് ഓൾസോ അതിൻ്റെ എല്ലാം മാസ്റ്റർ ചെയ്യാൻ പഠിക്കാം. ഓക്കെ. ഇപ്പോൾ ശങ്കർ മഹാദേവൻ, ശ്രേയ ഘോഷാലൊക്കെ നമ്മൾ കാണുന്നില്ല. ഏത് ലാംഗ്വേജ് ആണോ അവരെടുത്ത് പാടുന്നത് കൃത്യമായിരിക്കും. അപ്പം ആ ഒരു മാസ്റ്ററിങ് എടുക്കാം കേട്ടോ. യെസ് സർ. താങ്ക് യു ഷാനിക. ഓക്കെ ജഡ്ജസ്, അപ്പൊ നമ്മൾ ഇനി മാർക്സിലേക്ക് പോവാണ്. ഹിഡൻ മാർക്കാണ് എല്ലാ ജഡ്ജസിന്റെയും. അപ്പൊ എഴുതി നമ്മുടെ ഗാനക്കുടത്തിലിട്ടോളൂ. ഇടട്ടെ? ഓക്കെ ചേച്ചി, എം ജി സർ, കന്നാസും കടലാസും. കന്നാസും കടലാസും സ്ലോയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എത്ര മാർക്കാണ് നമുക്ക് അറിയില്ല. നോക്കാം. അപ്പൊ താങ്ക് യു ഗൈസ്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.